അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എടാ കള്ള നായി, നായിൻ്റെ മോനെ, ബടവാട, പട്ടി, അങ്ങനെ തുടങ്ങി വൃത്തികെട്ട വാക്കുകളെ കൊണ്ട് മക്കളെ ഉപയോഗപ്പെടുത്തുക. മക്കളെ വിളിക്കുന്ന പേരാണിതൊക്കെ. ചില വീടുകളിൽ ഇന്നത് കേൾക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പഠിച്ചവനെ എന്താണിത്, ഇവരുടെ ശൈലി എന്താ ഇങ്ങനെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നായിൻ്റെ മോനെന്ന് വിളിക്കുന്നത് മോളെ, ഭാര്യ വിളിക്കുന്നത് സ്വന്തം ഭർത്താവിനല്ലേ നായിൻ്റെ മോനെന്ന് വിളിക്കുമ്പോൾ. മക്കളെ വിളിക്കുകയാണ്, അതിൻ്റെ മോനെ മര്യാദക്കുണ്ട് വന്നോ. ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടല്ല. അതുപോലെ തന്നെ കൂട്ടുകാരമ്മി തന്നെ ഓടപ്പന്നി, ഓടനായി, കള്ള നായി, ഇങ്ങനെയുള്ള തമാശക്ക് ചിരിച്ചുകൊണ്ട് പോലും ഇങ്ങനെ വിളിക്കുന്ന ആളുകൾ കുറേ കാണാറുണ്ട്. നമ്മളത് നിസ്സാരമായിട്ട് കാണുള്ളൂ. ആ കേൾക്കണവനക്കൊരു പ്രശ്നമല്ല, പറയണവനക്കും പ്രശ്നമല്ല. പക്ഷെ ചില ആളുകളുടെ ശൈലി അത്ര ആയിട്ട് വളരെ മോശമായി പോവുകയാണ്. ആ ഒറ്റ വാക്ക് കൊണ്ട് എത്രമാത്രം അപകടമാണ് ഉണ്ടാക്കി തീർക്കുക. കുഞ്ഞു മക്കളും അത് കേട്ട് ശീലിക്കുകയാണ്. വീട്ടിലുള്ള ചില കുട്ടികൾ നായി, പന്നി എന്നൊക്കെ വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ രക്ഷിതാക്കളിൽ നിന്ന് കേട്ടിട്ടാണ്, അല്ലെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടാണ്. കുഞ്ഞു മനസ്സിലേക്ക് അതങ്ങ് തറച്ച് കയറുകയാണ്. ഇത് സത്യത്തിൽ വളരെയധികം അപകടകരമായൊരു കാര്യമല്ലേ, മോശമല്ലേ? എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മളാരും വളരെ ഗൗരവമായിട്ട് ചിന്തിക്കാത്തത്? മക്കളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ചിന്തിക്കണ്ടേ, ഇത് വളരെ മോശമാണ് ഈ സംസാരിക്കണം. അതിൻ്റെ അർത്ഥത്തിലേക്കൊന്നും ആരും ചിന്തിച്ചിട്ടല്ല സംസാരിക്കണത്. പക്ഷെ ആ ഒരു ശൈലി ദയവ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ മാറ്റണം. അങ്ങനത്തെ മോശമായ വാക്കുകൾ ഒരു കൂട്ടുകാരനായാലും വിളിക്കാൻ പാടില്ല. നല്ല ഫ്രണ്ട്ഷിപ്പായിരിക്കും, എന്നാലും വിളിക്കലൊക്കെ അങ്ങനെയാണ്. സ്വന്തം മക്കളെപ്പോലും ഇങ്ങനെ വിളിക്കുമ്പോൾ ആ മക്കൾ പിന്നീട് എന്തായി മാറും? ചെറിയ കുഞ്ഞു മക്കൾ പോലും ഇങ്ങനത്തെ തെറികൾ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വീടുകൾ എത്രയോ ഉണ്ടല്ലോ. എന്താണിത് കാരണം? രക്ഷിതാക്കളിൽ നിന്ന് കേട്ടിട്ടല്ലേ? നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല വാർത്തകൾ സംസാരിക്കണ്ടേ? ഒക്കൂലു കൗലൻ സദീദ, നേരായ വാക്കുകൾ സംസാരിക്കുക, നല്ല വർത്തമാനം പറയുക. ഇങ്ങനെ ചീത്ത പറയണം, വഴക്ക് പറയണം, കുട്ടികളെ ആക്ഷേപിക്കണം, ഒക്കെ വേണം. ആവശ്യത്തിന് അതൊക്കെ ആവശ്യമാണ്. ദേഷ്യം പിടിക്കണം, പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റേതായ പക്ഷെ അത് തെറി പറഞ്ഞിട്ടാണോ കുട്ടികളെ വളർത്തേണ്ടത്? വളരെയധികം ഇപ്പോഴത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവും എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുകയാണ്. ദയവ് ചെയ്തിട്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ ഒരിക്കലും മോശമായി നിങ്ങൾ ചിത്രീകരിക്കരുത്. നിങ്ങൾക്ക് അവരോട് വലിയ സ്നേഹം ഉണ്ടാകും. നിങ്ങൾക്ക് അവർക്ക് നിങ്ങളേ ഉള്ളൂ, ആ കുട്ടികൾക്ക് നിങ്ങളേ ഉള്ളൂ. എങ്കിലും ഒരിക്കലും കുട്ടികളെ നിസ്സാരമായി വളരെ മോശമായ വാക്കുകളെ കൊണ്ട് കുട്ടികളെ ഉപയോഗപ്പെടുത്തരുത്. അത് നിങ്ങൾക്ക് തന്നെ പിന്നീട് വലിയ കേടായി വരും. ആ കുട്ടികൾ അവസാനം നിങ്ങളെ തന്നെ അങ്ങനെ വിളിക്കുന്നുണ്ടാവും. എത്രയോ വിളിക്കുന്നുണ്ട്. സ്വന്തം ഉമ്മാനെ വിളിക്കുന്ന മക്കൾ, ചീത്ത വിളിക്കുന്ന മക്കളുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ വീട്ടിലെ ശൈലിയാണ്, ഈ സംസ്കാരമാണ് കുട്ടികൾ പിന്നീട് വളർത്തിക്കൊണ്ടുവരിക. ചെറുപ്പകാലമിലുള്ള ശീലം മറക്കുമോ മനുഷ്യൻ ഉള്ള കാലം. നല്ല ചെറുപ്പകാലത്ത് തന്നെ കുട്ടികൾക്ക് നല്ല ശൈലി പഠിപ്പിക്കണം, നല്ല വാക്കുകൾ പഠിപ്പിക്കണം, നല്ലതായി സംസാരിക്കാൻ പഠിപ്പിക്കണം. ഈ മോശമായ വാക്കുകളും വളരെ വൃത്തികെട്ട വാക്കുകളൊക്കെ പറയുമ്പോൾ, നായിൻ്റെ മോനെ എന്ന് പറയുമ്പോൾ ആരെ വിളിക്കണം? ഉമ്മയെ വിളിക്കണത് മോനെ. അപ്പോൾ ഭർത്താവ് ആരായി? ഇതൊന്നും ചിന്തിച്ചിട്ടല്ല അത് സംസാരിക്കണത്. പല ആളുകളും അങ്ങനെ ആയത് ശൈലിയാണത്. അത് നിസ്സാരമായി കാണുന്നൊരു ശൈലിയാണത്. അതിനെക്കുറിച്ചുള്ള ഗൗരവമൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ഇബാദത്തുകൾക്ക് അത് കേട് സംഭവിക്കുകയാണ്. നമ്മുടെ എല്ലാ ദൈനംദിന കാര്യങ്ങൾക്കൊക്കെ കേടുവരികയാണ്. നമ്മൾ ചെയ്യുന്ന അമലുകൾ പൊളിഞ്ഞു പോവുകയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും അതുവഴി പൊളിഞ്ഞു പോവുകയാണ്. പഠിച്ച് ആഖിറത്തിൽ അത് വലിയ കുറ്റമായി മാറുകയാണ്. ഒരിക്കലും നമ്മളെ മക്കളെ അങ്ങനെ വിളിച്ച് ശീലിപ്പിക്കരുത്. ഒരിക്കൽ പോലും കുട്ടികൾ അങ്ങനത്തെ മോശമായ വാക്കുകൾ കേട്ട് വളരരുത്. അതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. മോശമായ വാക്കുകൾ കേട്ട് നമ്മുടെ മക്കൾ വളരരുത്. അവർക്ക് നല്ല സ്നേഹം കൊടുക്കാൻ കഴിയണം. സ്നേഹത്തോടു കൂടെയാണ് കുട്ടികളെ ഇന്ന് ഉപദേശിക്കേണ്ടത്. അല്ലാതെ ദേഷ്യം പിടിച്ചിട്ടോ ചീത്ത പറഞ്ഞിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ കാര്യമില്ല. ഉപദേശം പോലും സ്വീകരിക്കാൻ കഴിയാത്ത മക്കളാണെന്ന്
ഒരു കുട്ടിയോട് ഉപദേശിക്കുന്നത് കുട്ടിക്ക് ഇഷ്ടമല്ല, ഉപദേശമൊന്നും നടക്കില്ല. നല്ല നിലയിൽ തന്ത്രപരമായി അവരെ സ്നേഹിച്ച് കൊണ്ടുവരണം. എൻ്റെ ഉപ്പി എൻ്റെ ഉമ്മി എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ആ കുട്ടികൾ അത് മനസ്സിലാക്കണം. മറിച്ച് എൻ്റെ ഉപ്പി എൻ്റെ ഉമ്മി എന്നെ സ്നേഹിക്കുന്നില്ലെന്ന തിരിച്ചറിവാണ് ആ കുട്ടിക്ക് കിട്ടുന്നതെങ്കിൽ, സ്നേഹം എന്ന് പറഞ്ഞ ഉള്ളിൽ വെക്കാനുള്ളതല്ല, അത് പുറത്ത് കാണിച്ചു കൊടുക്കാനുള്ളതാണ്. ചില സമയത്തൊക്കെ അത് കാണിക്കണം. ഇനി ഈ ഒരു ശൈലിയിൽ നമ്മളെ മക്കളെ വളർത്താൻ ശ്രമിക്കണം. വളരെ ചീഞ്ഞ മോശമായ വൃത്തികെട്ട വാക്കുകൾ നിസ്സാരമായി തള്ളിക്കളയും നമ്മളത്. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന അപകടം വലുതായിരിക്കും. ഇന്നമ അംവാലുക്കും ഔലാദുക്കും ഫിത്തിന എന്ന് പറഞ്ഞില്ലേ, നിങ്ങളെ സ്വത്തും നിങ്ങളെ മക്കളും നിങ്ങൾക്ക് ഫിത്തിനയായി വരുന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഫിത്തിനായാലും ഇങ്ങനെയൊക്കെയാണ്. കാരണം ആ കുട്ടികൾ നിങ്ങൾക്ക് ഫിത്തിനയായി വരും. കുടുങ്ങിയല്ലോ മോനെക്കൊണ്ട് എന്ന അവസ്ഥയിൽ വരും. ആ കുട്ടി പിന്നെ വലുതാകുമ്പോൾ ആ കുട്ടി നിങ്ങളെ അനുസരിക്കില്ല. നിങ്ങളെ കേൾക്കുന്നത് തന്നെ അവർക്ക് കുട്ടികൾക്ക് പേടിയായി വരികയാണ്, വിഷമായി വരികയാണ്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ അങ്ങനെയാണ് വളർത്തിയത്. വളർത്തുദോഷം വളരെ അപകടമാണ്. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കുട്ടി ഇങ്ങനെ, ഓനങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പിന്നെ സ്വന്തം പിതാവിനെ അടിച്ചു കൊന്ന മകൻ്റെ ചരിത്രം പരിശോധിച്ചപ്പോൾ ആ വീട്ടിലെപ്പോഴും തെറിയാണത്രേ. ഭാര്യ ഭർത്താക്കന്മാർ തെറി മാത്രം കേട്ടിട്ടാണ് ആ കുഞ്ഞ് വളരുന്നത്. വക്രബുദ്ധി അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. അവൻ്റെ മനസ്സിൽ വെറും തെറികൾ മാത്രം കേട്ട് പഠിച്ചിട്ടാണ് ആ കുട്ടി വളരുന്നത്. നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ നല്ല തെർബിയത്തുൽ ഔലാദി എന്നൊരു പോയിൻ്റ് ഉണ്ട്. മക്കളെ ശിശു സംരക്ഷണം. മക്കളുണ്ടാകാൻ വേണ്ടി പലവരും കരഞ്ഞ് ദുആ ചെയ്യുമ്പോൾ മക്കളുണ്ടായാൽ ആ മക്കൾ നമുക്ക് കേടാണെങ്കിൽ പിന്നെന്താ നമ്മുടെ കാര്യം? നമ്മുടെ മക്കളും നമ്മുടെ സ്വത്തുക്കളൊക്കെ നമ്മുടെ ദുന്യവിയായ ഭംഗിയാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്ത് ദുന്യ. ദുന്യവിയായൊരു ഭംഗിയാണ് നമ്മുടെ മക്കളും സ്വത്തുക്കളൊക്കെ. പക്ഷെ അത് ഫിത്തിനയായി വരുമെന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുമ്പോൾ അത് അപകടമാണ്. ദീനി ചൈതന്യത്തിൽ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ കുട്ടികൾക്ക് റസൂലുള്ളാഹിൻ്റെ ചരിത്രം മനസ്സിലാക്കണം. അവരെ മഹബ്ബത്തുണ്ടാക്കി കൊടുക്കണം. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്തുള്ള കുട്ടികളായി വളരണം. ഞാൻ പറയുന്നത് ദീനി വിശ്വാസം ഉൾക്കൊള്ളുന്നവരോടാണ് കേട്ടോ, അല്ലാത്തവർക്കിത് ബാധകമല്ല. ദീനിനെയും പരിശുദ്ധ ഇസ്ലാമിനെയും സ്നേഹിക്കുന്ന അതിൻ്റെ ആ വക്താക്കളോടാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരെ കണ്ടീഷൻ മറ്റൊന്നാണ്. പക്ഷെ മൊത്തത്തിലെല്ലാവരോടും ഞാൻ പറയണം, നമ്മുടെ മക്കൾക്ക് മോശമായ വാക്കുകളെ കൊണ്ട് ഒരിക്കലും നമ്മളെ മക്കളെ ഉപയോഗിക്കരുത്. കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അല്ലാഹു തആല നല്ലതൊക്കെ പറയാനും നല്ല വഴിശൈലി നമ്മളെ മക്കൾക്കൊക്കെ സ്വാലിഹായ നല്ല മക്കളായി വളരാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു.